ചക്കരെ ബീഫ് ദം ബിരിയാണി പൊട്ടിക്കാനായിട്ട് പോവാണേ. ദം ബിരിയാണി പൊട്ടിച്ച് സെറ്റ് ചെയ്യാൻ പോവാണേ. ബീഫ് ബിരിയാണി സെറ്റ് ചെയ്യുവാണേ. യെസ്, നെയ്ച്ചോറ് എടുക്കുവാണ്. ഇവിടെ ചിക്കൻ ഫ്രൈ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നു. തിളയ്ക്കുന്നതനുസരിച്ച് ഇട്ടുകൊണ്ടേയിരിക്കുന്നു. പ്യൂവർ എണ്ണയ്ക്കകത്ത് ചിക്കൻ ഫ്രൈ വറുത്തെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എണ്ണയുടെയും ചിക്കൻ്റെയും മണമൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇളക്കിയിട്ട് കൊടുക്കുവാണ്. യെസ്, ചിക്കൻ ഫ്രൈ റെഡിയാ. ടേബിളിലെത്തിയപ്പോഴേ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും കോംബോയാണ്. 100 രൂപയാണ് വരുന്നത് കേട്ടോ. അത് ഈ നെയ്ച്ചോറും ബീഫ് കറിയും കൂടെ 130 രൂപയാണ്. സെറ്റ് ചെയ്ത ബീഫ് ബിരിയാണിയാണ് കേട്ടോ. പപ്പടമുണ്ട്, സലാഡുണ്ട്. ഇനി റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഇങ്ങനെ തിരക്കായി വരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഫുഡ് കഴിച്ച് തുടങ്ങാം. സ്പോട്ട് എവിടാന്ന് അറിയണ്ടേ? കാജാ മക്കാനി, എറണാകുളം എടപ്പള്ളി ക്ലബ് ജംഗ്ഷനിലാണ്. നമ്മളിവിടെ 2ാമത്തെ തവണയാണ് വരുന്നത് കേട്ടോ. ഇവർക്ക് തമ്മനത്തുണ്ട്. തമ്മനത്ത് നമ്മൾ ലഞ്ച് ടൈമിലാണ് പോയേക്കുന്നത്. ഇവിടെ ഇപ്പം എന്തൊക്കെ കഴിക്കാനോ എപ്പോഴാണ് വന്നേക്കുന്നതെന്ന് അറിയത്തില്ലേ. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. എവിടാന്ന് അറിഞ്ഞു, എന്തൊക്കെ ഫുഡാ കഴിക്കാൻ എടുത്തേക്കുന്നതെന്ന് അറിഞ്ഞു. ഇതിനു മുമ്പ് കഴിച്ചപ്പോൾ ഗംഭീര ടേസ്റ്റ് ആയിരുന്നു. ഈ പ്രാവശ്യം ഞാൻ ഉറപ്പിച്ച് വന്നേക്കുവാണ് ടേസ്റ്റി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞത്. അപ്പം നേരെ ടേബിളിലേക്ക്. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നും പറയാൻ നിൽക്കുന്നില്ല. നെയ്ച്ചോറിലേക്ക് ചിക്കൻ ഫ്രൈയുടെ പൊടി ഇട്ട് തുടങ്ങാം. ആദ്യം ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും കൂടെ കഴിക്കാം. അൺലിമിറ്റഡ് അല്ലേ കറിക്ക്. നമുക്ക് നെയ്ച്ചോറ് വേറെ മേടിക്കാം. കഴിക്കട്ടെ. ചിക്കൻ ഫ്രൈയുടെ പൊടിയില്ലേ, പൊടി ഇത്ര ടേസ്റ്റ് ആകുമ്പോഴേ ചിക്കൻ ഫ്രൈക്ക് എന്തായിരിക്കും ടേസ്റ്റ്. അതുകൊണ്ട് വെച്ചോണ്ടിരിക്കുന്നില്ല. മോനെ, ഒരു രക്ഷയില്ലാത്ത ചിക്കൻ ഫ്രൈ കേട്ടോ. ഞാൻ ആ മസാലപ്പൊടിയോട് ചേർത്ത് കഴിക്കണം. ഈ ചിക്കൻ ഫ്രൈ ഇല്ലേ, മസ്റ്റ് ട്രൈ കേട്ടോ. നെയ്ച്ചോറിനകത്ത് ഈ പൊടി ഇട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ചിക്കൻ ഫ്രൈ ഞാൻ എടുത്ത് വെച്ച് 100 രൂപയ്ക്കകത്ത് വരുന്ന ചിക്കൻ ഫ്രൈ ആണെന്ന് പറഞ്ഞിട്ട് വലിപ്പമൊന്നും ഒരു കുറവില്ല. വലിയ ചിക്കൻ ഫ്രൈയും അൺലിമിറ്റഡ് നെയ്ച്ചോറും. റൈസൊക്കെ ക്വാളിറ്റി റൈസാണ്. കാര്യം ഉറപ്പായിട്ടോ. നിങ്ങളിവിടെ വന്ന് കഴിക്കുവാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഒരു പീസേ നിർത്തത്തില്ല. വീണ്ടും മേടിച്ചു. ചിക്കൻ ഫ്രൈയും ഗീ റൈസ് കൂടെ കഴിക്കുന്നവർക്ക് ഒരു ഗ്രേവി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഗ്രേവിയെ. ചിക്കൻ ഫ്രൈയും ആ 100 രൂപയുടെ കോംബോ മേടിക്കുന്നവർക്ക് ഈ ഗ്രേവി ഇവർ തീർച്ചയായിട്ടും കഴിക്കാൻ മറക്കണ്ട. ഈ ഗ്രേവി ഒഴിച്ചതിനേക്കാൾ ഇഷ്ടപ്പെട്ട ചിക്കൻ ഫ്രൈയുടെ പൊടി കൂട്ടി കഴിക്കുന്നതാണ്. വേറെ ഗ്രേവി കൊള്ളത്തില്ലെന്നല്ല, ഗ്രേവി കൊള്ളാം. ടേസ്റ്റ് ആ പൊടിയിട്ട് കഴിക്കുന്നത്. റൈസ് മേടിച്ചു. മതി അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞാൽ എന്തും കാണിക്കാം. ചൂട് റൈസ് വീണ്ടും തന്നേക്ക്. നമുക്ക് കൊഴുത്ത ചാറുള്ള ബീഫ് കറി അങ്ങോട്ട് വീണോ. മൊത്തം വീണോ, ഒരു പ്രശ്നമില്ല. സലാഡും വന്നു. ബീഫ് കണ്ടോ, ഇതിൻ്റെ കളറ് കണ്ടോ നിങ്ങൾ? ഇഷ്ടമായിട്ട് വരുന്ന ബീഫ് മാത്രം ഇവിടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. വലിയ പീസാണ് കേട്ടോ. കണ്ടോ, വലിയ പീസാണ്. നെയ്ച്ചോറിന് അതിലോ കഴിക്കണം. ചൂട് നെയ്ച്ചോറ്, ഗംഭീര ബീഫ് കറിയും കൂടി ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സലാഡ് എടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ എടുക്കണം. മോനെ കൊതിക്കല്ലേ. ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത്രയും വലിയ പീസിൽ ഇത്രയും നല്ല രുചിയായിട്ട് 130 രൂപയ്ക്ക് അൺലിമിറ്റഡ് നെയ്ച്ചോറും ഈ ബീഫ് കറിയും കൂടെ കൊടുത്താൽ ഇപ്പം എങ്ങനെ മുതലാവും? അതിനെപ്പറ്റി നമ്മുടെ നമുക്ക് കഴിച്ചാൽ മതി അല്ലേ. ഉണ്ടോ, ഒഴുകി പോകുന്ന ബീഫ് കറിയൊന്നും അല്ല, അൺലിമിറ്റഡ് നെയ്ച്ചോറ്. നെയ്ച്ചോറിന് ശേഷം നമ്മൾ ബീഫ് ബിരിയാണി ഇടുവാണ്. കഴിക്കാനായിട്ട് അങ്ങ് പൂതി വരുക. ഓക്കെ, ഇതാണ് ബീഫ്. സോഫ്റ്റാണ് കേട്ടോ. നിർത്താം, ഇനി കഴിക്കാം നമുക്ക്. പാപ്പടം അങ്ങോട്ട്. സലാഡ് മേടിച്ചു. അല്ലി നാരങ്ങ. യെസ്, അത് കഴിച്ചില്ലായിരുന്നു. വേട്ടനല്ലിയാണ് കിട്ടി. ഞാൻ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇവിടെ ഷെഫിനെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാണാത്തവർക്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഒന്ന് കയറി കണ്ടു. എന്താ ടേസ്റ്റ് എന്നറിയോ മോനെ ഈ ബീഫ് ബിരിയാണി.
ഈ ബീഫ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടേ വെക്കണം. മോനെ നാരങ്ങ എടുക്കുക. ഇതൊരു നാരങ്ങ ഞാൻ മേടിച്ചില്ലായിരുന്നു. ഇതൊരു നോർമൽ നാരങ്ങാച്ചാറാന്ന് പറഞ്ഞാൽ മേടിക്കുക. ഈ മധുരമൊക്കെ ഉണ്ട്. ബീഫിന് തന്നെ ഒരു കയ്യടി കൊടുക്കണം കേട്ടോ. ഒത്തിരി സോഫ്റ്റായിട്ട് എടുക്കുന്നതിന് ഒരു പിടുത്തമില്ല. അരക്കാത്ത ആയാലും ബിരിയാണിക്കകത്തായാലും. ബിരിയാണി അൺലിമിറ്റഡ് അല്ലേ? ബിരിയാണി അൺലിമിറ്റഡാണ്. ഈ അച്ചാർ മിസ് ചെയ്യല്ല. എനിക്ക് പറ്റിയ അബദ്ധം പറ്റില്ല കേട്ടോ. ഈ അച്ചാർ ഗംഭീര അച്ചാറാണ്. ഇത് തീർത്തിട്ട് നമുക്ക് കാണാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഏത് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ എല്ലാം ഇഷ്ടപ്പെട്ടു. കാരണം വിശേഷമൊന്നുമില്ല. വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽബട്ടൺ അടിച്ച് പൊട്ടിച്ചാൽ ക്ഷമിച്ചാൽ. ബൈ ബൈ.